നമ്മുടെ വിഷയം സൗരയൂഥത്തിൻ്റെയും ഭൂമിയുടെയും ജനനവും ഭാവിയും. മുകളിലേക്ക് നോക്കൂ. നമ്മുടെ സൗരയൂഥത്തിൻ്റെ കഥ സങ്കല്പിക്കൂ. 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് വാതകത്തിൻ്റെയും പൊടിയുടെയും ഒരു തണുത്ത മേഘം, ഒരു ചത്ത നക്ഷത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഗുരുത്വാകർഷണത്താൽ തകർന്നു. അത് കറങ്ങി പരന്നു. അതിൻ്റെ കേന്ദ്രത്തിൽ ആണവ സംയോജനം ജ്വലിച്ചു. നമ്മുടെ സൂര്യൻ ജനിച്ചു. യുവവ്യവസ്ഥയെ പ്രകാശത്താൽ നിറച്ചു. അതിനു ചുറ്റും പൊടിയും പാറകളും കൂട്ടിയിടിച്ചു, ഒരുമിച്ച് പറ്റിപ്പിടിച്ചു. ചിഹ്നഗ്രഹങ്ങൾ രൂപപ്പെടുത്തി. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ. സൂര്യനോട് അടുത്ത് പാറക്കെട്ടുകളുള്ള ലോകങ്ങൾ ഉയർന്നു വന്നു. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. കൂടുതൽ അകലെ വാതക ഹിമഭീമന്മാർ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ആദ്യകാല ഭൂമി ഉരുകിയിരുന്നു. തീയുടെയും അവശിഷ്ടങ്ങളുടെയും ഒരു കൊടുങ്കാറ്റ്, ഒരു ഭീമാകാരമായ ആഘാതം ഒരു കഷ്ണം വലിച്ചു കീറി ചന്ദ്രനെ സൃഷ്ടിച്ചു. നമ്മുടെ ചെരിവ് സ്ഥിരപ്പെടുത്തി, ഋതുക്കൾ രൂപപ്പെടുത്തി. അഗ്നിപർവ്വതങ്ങൾ അന്തരീക്ഷം നിർമ്മിച്ചു. മഞ്ഞുമൂടിയ ധൂമകേതുക്കൾ വെള്ളം നൽകി. സമുദ്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ജീവൻ ആരംഭിച്ചു. 1 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ സൂര്യൻ നമ്മുടെ ഗ്രഹത്തെ ചുട്ടരിക്കും. 5 ബില്യനുള്ളിൽ അത് ഒരു ചുവന്ന ഭീമനായി മാറും. ഒരു പക്ഷേ ഭൂമിയെ വിഴുങ്ങും. ഒടുവിൽ അതൊരു വെളുത്ത കുള്ളനായി ചുരുങ്ങും. മങ്ങിപ്പോകുന്ന ഒരു കനൽ. മനുഷ്യത്വം ഒരു ക്ഷണിക നിമിഷത്തേക്ക് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ നമ്മളിവിടെയുണ്ട്. സാക്ഷ്യം വഹിക്കുന്നു, പഠിക്കുന്നു, സങ്കല്പിക്കുന്നു ഈ അതിശയിപ്പിക്കുന്ന പ്രപഞ്ചയാത്രയെപ്പറ്റി.